മുലയൂട്ടുവാനായിട്ട് ഏറ്റവും നല്ല പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും സുഖകരമായതും കുഞ്ഞിന് ഡീപ് ലാച്ച് കിട്ടുന്നതുമായിട്ടുള്ള പൊസിഷൻ ഏതാണോ അതാണ് ഏറ്റവും നല്ല പൊസിഷൻ എന്ന് വേണം പറയാം. അത് കുഞ്ഞിനും അമ്മയ്ക്കും സാഹചര്യത്തിനും പ്രായത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. കൺസൾട്ടേഷൻ ഒക്കെ വരുന്ന അമ്മമാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പൊസിഷനാണ് ക്രാഡിൽ ഹോൾഡ് പൊസിഷൻ. ചിലപ്പോൾ അമ്മയ്ക്ക് ഈ ക്രാഡിൽ ഹോൾഡ് വളരെ ഈസിയും അമ്മ അതിൽ കൺവീനിയന്റ് ആയിരിക്കും, പക്ഷെ കുട്ടിക്ക് ഡീപ് ലാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു പൊസിഷൻ ആയിരിക്കും ക്രാഡിൽ ഹോൾഡ്. അപ്പം അമ്മ അതിൽ വർക്ക് ചെയ്തിട്ട് കുഞ്ഞിനും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് മാറുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. അതായത് ഒരു ലാർജ് ബ്രസ്റ്റുള്ള അമ്മയാണ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ബ്രസ്റ്റിനും കൂടെ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു പൊസിഷൻ ആകുമ്പോൾ കൂടുതൽ നന്നായി. ജന്മനാ തന്നെ മസിൽ ടോൺ ഒക്കെ കുറവുള്ള കുഞ്ഞുങ്ങളാണ്, മസിൽ സ്ട്രെങ്ത് ഒക്കെ കുറവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ ബോഡിക്കും ഫേസിനും ഒക്കെ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള പൊസിഷൻ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കും. സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു അമ്മയാണെങ്കിൽ ആദ്യ നാളുകളിൽ അവർക്ക് സൈഡ് ലൈൻ പൊസിഷനോ ബേക്കോട്ടേക്ക് ചാരി ഇരുന്നു കൊണ്ടുള്ള ബ്രസ്റ്റ് ഫീഡിംഗ് പൊസിഷനോ ആയിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ആവുക. ഇനി ഓവർഫ്ലോ ഉള്ള അമ്മയാണെങ്കിൽ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതായിരിക്കും ബേബിക്ക് നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്ന പൊസിഷൻ. അങ്ങനെ ഓരോ അമ്മയ്ക്കും കുഞ്ഞിനും അനുസരിച്ച് നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് പൊസിഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതുകൊണ്ട് ഇന്ന പൊസിഷനാണ് ഏറ്റവും നല്ല പൊസിഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് പൊസിഷൻ ആണെങ്കിലും കുഞ്ഞിന്റെ ടമ്മി അമ്മയുടെ ടമ്മിയിലേക്ക് വരുന്ന രീതിയിൽ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് കിട്ടുന്ന രീതിയിലാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ അത് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ എഫിഷ്യൻസി കൂട്ടും.